മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ചതിന് പിന്നാലെ യുവതി മരിച്ചു. ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസ്മ 5ാമത്തെ പ്രസവത്തിലാണ് മരിച്ചത്. മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയും ശേഷം പോലീസ് ഇടപെട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇതിപ്പം കണ്ടത്. ഇതിനെക്കുറിച്ച് ഇന്നലെ തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ കുറച്ച് വൈകിപ്പോയി ചെയ്യാൻ. എന്തായാലും മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിൽ താമസിക്കുന്ന പെരുമ്പാവൂർ സ്വദേശിനിയായിട്ടുള്ള അസ്മ മരണപ്പെട്ട കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ മരണ കാരണം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു വാർത്തയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് വരുന്നതും. അസ്മ വീട്ടിൽ വെച്ചാണ് മരണപ്പെടുന്നത്, പ്രസവത്തിനിടയ്ക്കാണ് മരണപ്പെടുന്നത്. 5ാമത്തെ പ്രസവമാണ്. ഇതിൽ ഏറ്റവും പ്രാകൃതമായ രീതിക്കാണ് അസ്മ പ്രസവിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്തിട്ടില്ല, ഡോക്ടറെ സമീപിച്ചിട്ടില്ല, പ്രസവ വേദന വരുന്ന സമയത്ത് പോലും ഡോക്ടറെ കാണിക്കാൻ തയ്യാറായിട്ടില്ല. മറിച്ച് സമാന്തരമായിട്ടുള്ള മറ്റേതോ ചികിത്സാ രീതിയാണ് ഇവര് ഉപയോഗിച്ചിട്ടുള്ളത്. അറിഞ്ഞിടത്തോളം അക്യുപഞ്ചർ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും അസ്മയുടെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമാണ് ഇത്തരത്തിൽ പ്രാകൃതമായ രീതിക്കുള്ള ഒരു ചികിത്സാ സംഭവങ്ങൾ ഏറ്റെടുത്തതും അതിനോട് ഒരു താല്പര്യം കാണിക്കാൻ തയ്യാറായതും എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള ചികിത്സാ രീതികൾ വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രം വളർന്നു കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ മുൻപോട്ട് പോയി, കാലഘട്ടം വേറെയാണ്, ടെക്നോളജി ഇത്രയൊക്കെ വളർന്നിട്ടും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും മനുഷ്യർ എന്തുകൊണ്ടാണ് ഈ ഒരു 10-50 വർഷം പുറകിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ 100 വർഷം പുറകിലേക്ക് പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. മതമാണോ, വിശ്വാസമാണോ, അന്ധവിശ്വാസമാണോ, ഒരു ഐഡിയയും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ പ്രസവത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ എപ്പോഴും കേൾക്കുമ്പം പേടി തോന്നുന്ന ഒരു കാര്യമാണ് പ്രസവം എന്ന് പറയുന്നത്. പ്രസവിക്കണം എന്നില്ല ആ പേടി വരാൻ. നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ കസിൻസ് ആണെങ്കിലും ഒക്കെ നമ്മളോട് പ്രസവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പേടിക്കുന്നത്. പ്രസവം എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. പ്രസവിക്കേണ്ട ആ ഒരു ടൈം എടുക്കുന്നത് വരേക്കും നമ്മളിങ്ങനെ കുട്ടിയെ ഗർഭം ധരിക്കുന്ന കാലഘട്ടം എല്ലാം നമ്മൾ ഒരുപാടധികം മാനസികമായും ബുദ്ധിമുട്ടേണ്ടി വരും, ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ വരും. ഇതിനെല്ലാം അതിജീവിച്ച് വേണം ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ. അത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അമ്മയുടെ മാനസികാവസ്ഥ ഒരു പ്രശ്നമാണ്. പല രീതിക്കുള്ള മാനസിക പ്രശ്നങ്ങൾ വരും, ഡിപ്രഷൻ വരും. അതുപോലെ തന്നെ അമ്മയ്ക്ക് നിന്ന് തിരിയാനോ മറിയാനോ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. പല രീതിക്ക് പ്രശ്നങ്ങൾ വരും. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ പോലും പ്രസവ സമയത്താണ് ഏറ്റവും അധികം ജീവന് ഭീഷണി വരുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഭീഷണി വരുന്നത് ആ സമയത്താണ്. ഇനിയിപ്പോ 2ഉം 3ഉം പ്രസവിച്ചൊരു 4ാമത്തെ 5ാമത്തെ പ്രസവമൊക്കെ ആകുമ്പോഴേക്കും അത് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ സംഭവവും കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അത്തരം സംഭവങ്ങളെ ഒന്നും യാതൊരു വിധത്തിലും പരിഗണിക്കാതെയാണ് അസ്മയുടെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ ചേർന്നിട്ട് ഈ പുള്ളിക്കാരിനെ വീടിനകത്ത് വെച്ച് പ്രസവിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ജയറാം നായകനായിട്ടുള്ള, ഗോപിക നായികയായിട്ടുള്ള വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയ്ക്കകത്ത് നമ്മുടെ ജയറാം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പുള്ളിക്കാരന്റെ ഒരു അകന്ന ബന്ധു നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചുമ്മാ എണീറ്റ് പോയി അകത്ത് പോയി വളരെ ഈസി ആയിട്ട് പ്രസവിച്ചിങ്ങ് തിരിച്ചു പോകുന്നു. അതായത് പ്രസവം എന്ന് പറയുന്നത് വളരെ ലാഘവം നിറഞ്ഞ പരിപാടിയാണ്. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ആർക്കും പ്രസവിക്കാം എന്നുള്ളൊരു മിഥ്യാധാരണയാണ് ആ കഥാപാത്രം ആ സമയത്ത് കാണിക്കുന്നത്. അപ്പൊ ആ ജയറാമിന്റെ കഥാപാത്രം കാണിച്ചിട്ടുള്ള ആ ഒരു മിഥ്യാധാരണ, അതുപോലെയുള്ള ഒരു ലാഘവത്വം തന്നെയാണ് അസ്മയുടെ ഭർത്താവും വീട്ടുകാരും ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പ്രസവം വീടിനകത്ത് നടക്കുന്ന സംഗതി അങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എണ്ണൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ കേരളത്തിൽ 2023 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ മാത്രം 523 വീട്ടുപ്രസവങ്ങൾ നടന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ 253 എണ്ണം മലപ്പുറം ജില്ലയിലാണ്. ഇതിനിടയിൽ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങളുമുണ്ട്. അക്യുപഞ്ചർ, ഹിജാമ, പ്രകൃതി തുടങ്ങിയ സമാന്തര ചികിത്സാ സംഘങ്ങളാണ് വീട്ടുപ്രസവങ്ങളെ പരസ്യമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ആരോഗ്യ വകുപ്പിനും അറിയാം. എന്നാൽ ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ നിലവിൽ കഴിയില്ല. അതായത് തങ്ങൾ എവിടെ വെച്ച് പ്രസവിക്കണമെന്നുള്ള തീരുമാനം അമ്മമാർക്ക് എടുക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ അക്യുപഞ്ചർ തൊട്ടുള്ള സമാന്തരമായിട്ടുള്ള ചികിത്സാ രീതികൾക്കെതിരെ
ആർക്കും കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ പറ്റാത്തതെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഈ വീടിനകത്ത് വെച്ച് പ്രസവിക്കുന്നു, പ്രസവ വേദന വരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ പല മലയോര പ്രദേശങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെയൊക്കെ ഗതാഗത സൗകര്യം വളരെ കുറവായിരിക്കും. ഒരു വണ്ടി എത്താനും അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് എത്താനും അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സിറ്റുവേഷനിലേക്കാണ് ഈ പറയുന്ന പോലെ വീടിനകത്ത് പ്രസവിക്കുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൗകര്യമില്ലാഞ്ഞിട്ടാണ്. പ്രസവ വേദന എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെങ്കിലോ ഡോക്ടറെ കാണിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഗതാഗത പ്രശ്നം അത്രമാത്രമാണ്. ഈ മലയോര പ്രദേശം കാടും മലയൊക്കെ കടന്ന് ഇവർക്ക് ഡോക്ടറെ അടുത്ത് എത്തുമ്പോഴേക്കും പ്രസവിച്ചിരിക്കും, അല്ലെങ്കിൽ അത് മറ്റു വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കും. സോ വീടിനകത്ത് വെച്ച് തന്നെ പ്രസവിക്കുന്നതാണ് സേഫ് എന്ന് കരുതി വീടിനകത്ത് വെച്ച് തന്നെ പ്രസവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് പ്രസവ വേദന വന്നിട്ട് അങ്ങോട്ട് എത്താൻ പറ്റാനിട്ട് വീടിനകത്ത് വെച്ച് തന്നെ പ്രസവിക്കുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ ഒരു പ്രശ്നത്തെ മാറ്റാൻ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഒരുമിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സംഭവം നമുക്ക് കൺവിൻസിങ് ആണെങ്കിൽ പോലും നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്തൊരു സംഭവമാണ്. ഈ വീടിനകത്ത് വെച്ച് തന്നെ പ്രസവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ആളുകൾ, ആസ്മയുടെ ഭർത്താവിനെ പോലെ അവരുടെ കുടുംബത്തെ പോലെയുള്ള ആളുകൾ കുറേ അധികം ഉണ്ട്. അവരങ്ങ് തീരുമാനിക്കുകയാണ് വീടിനകത്ത് വെച്ച് പ്രസവിച്ചാൽ മതി, ഡോക്ടറെ കാണിക്കേണ്ടാന്ന്. അതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ വീടിനകത്ത് വെച്ച് പണ്ടുള്ളവരൊക്കെ പ്രസവിച്ചിരുന്നു. സോ ആ പ്രസവം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ള ചിന്തയൊക്കെയാണ്. വികസിത രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ള ചിന്തകളും പലർക്കും വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും തമാശ എന്താന്ന് വെച്ചാൽ ഈ വികസിത രാജ്യങ്ങളിലൊക്കെ വീടിനകത്ത് വെച്ച് പ്രസവിക്കുന്നതിന് മുൻപേ തന്നെ അവർക്ക് ഗർഭിണികളായ സ്ത്രീകൾക്കും അവരുടെ കൂടെ ഉള്ളവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട്. എങ്ങനെ രോഗിയെ നോക്കണം, എന്തെല്ലാം തയ്യാറെടുപ്പുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള പഠനം നൽകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പഠനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ആകെ അറിയുന്നത് പണ്ടുള്ളവർ വീടിനകത്ത് വെച്ച് പ്രസവിച്ചിരുന്നു, സോ നമുക്കും പ്രസവിക്കാം എന്നാണ്. അപ്പൊ നമ്മളെ പണ്ട് വീടിനകത്ത് വെച്ച് പ്രസവിച്ച സ്ത്രീകളെ നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് അവർ 4 പേര് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ മരണപ്പെട്ട കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അന്ധകാലത്ത് മരിച്ചു പോയിട്ടുള്ള കുട്ടികളുടെ കണക്കുകളൊന്നും ഇവിടുത്തെ സർക്കാർ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കണക്കുകൾ ഇല്ലാത്തത് കാരണം അങ്ങനെ മരണപ്പെട്ട കുട്ടികളെ പോലും നമ്മൾ മറന്നു പോകുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ കൊടുക്കുന്ന വിശ്വാസ്യത എന്ന് പറയുന്ന കാര്യം മറ്റൊരു പ്രശ്നമാണ്. ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇവര് സിസേറിയൻ ചെയ്യുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അതൊരു ട്രസ്റ്റ് ഇഷ്യൂവിന്റെ പുറത്ത് വരുന്ന കാര്യമാണ്. ഇവിടുത്തെ പല ഹോസ്പിറ്റലുകളും അനാവശ്യമായിട്ട് സിസേറിയൻ ചെയ്യുന്നുണ്ട്. അവരുടെ ബഡ്ജറ്റ് കൂട്ടാനും അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന അത്തരം പരിപാടികൾ ഈ പറയുന്ന ജനങ്ങളിൽ വിശ്വാസത കുറയ്ക്കുന്നത് കൊണ്ട് കൂടിയാണ് സിസേറിയനെ ഭയന്നുകൊണ്ട് ഇവർ പല ആളുകളും പ്രസവം വീട്ടിൽ നിന്ന് മതി എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കാലത്ത് ഒരു അമ്മ 8ഉം 10ഉം കുട്ടികളെ പ്രസവിക്കും, അതിനകത്ത് 2ഓ 3ഓ കുട്ടികൾ മരിച്ചു പോകും. ആ കണക്കുകളൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല സർക്കാർ. എന്നാൽ അതേ സമയം തന്നെ ഒന്ന് ആലോചിക്കണം, അത്തരം അമ്മമാർക്ക് അത്രയും മക്കളുണ്ടാവുമ്പോൾ അതിന്റെ ഇടയിൽ 2ഓ 3ഓ കുട്ടികൾ മരിച്ചു പോയാലും വലിയ വിഷമമുള്ള കാര്യമല്ല. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല. വീടിനകത്തുള്ള അംഗസംഖ്യ കുറച്ചു, ഒരു വീട്ടിൽ ഏറി വന്ന 2 കുട്ടികൾ അല്ലെങ്കിൽ 3 ഇപ്പൊ കാണാൻ പറ്റില്ല, 2 കുട്ടികൾ. അതിനിടയ്ക്ക് ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2 കുട്ടികൾ മരിച്ചു കഴിഞ്ഞാലോ ജനന സമയത്തുള്ള മരണം വീട്ടുകാർക്ക് ഭയങ്കര ആഘാതം ഉണ്ടാക്കും, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത്തരത്തിലുള്ള പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ പ്രസവത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ നമ്മുടെ സർക്കാരും ഒരുപാട് മാറിയിട്ടുണ്ട്. ബർത്ത് കമ്പാനിയൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ പ്രസവിക്കുന്ന സമയത്ത് രോഗിയുടെ, അതായത് പ്രസവിക്കേണ്ട സ്ത്രീയുടെ ബന്ധുക്കളോ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഡെലിവറി റൂമിനകത്ത് കയറ്റുന്ന രീതിയൊക്കെ ഈ സർക്കാർ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകളെ ആശ്വസിപ്പിക്കാനും അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ തന്നെ സർക്കാർ ആ ഒരു റൂമിനകത്തേക്ക്, ലേബർ റൂമിനകത്തേക്ക് കയറ്റാൻ തയ്യാറാകുന്നു. അത്തരം ഒരു മുന്നേറ്റം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഈ ഒരു പ്രസവ സമയത്ത് പേടിയുണ്ടാവും, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിക്ക് ബർത്ത് കമ്പാനിയനൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ സർക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ആളുകൾ ഈ പറയുന്ന പോലെ പ്രാകൃതമായിട്ടുള്ള സമ്പ്രദായത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സർക്കാർ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രസവിച്ച് വീണാലും അവിടെയും പ്രശ്നങ്ങളല്ലേ, അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടിയുടെ ഹൃദയം മിടിപ്പിൽ വേരിയേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സങ്കീർണതകൾ നിറഞ്ഞു പോകുമ്പോൾ
അതിനെ മറികടക്കാൻ നമുക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കൂടിയേ തീരും. ഇപ്പം അസ്മ മരിച്ചതും ഇതുപോലെയുള്ള എന്തോ ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടാണ്. അപ്പൊ അതിനൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിക്കുള്ള സംവിധാനങ്ങളും സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളാണ് ഇത് അറിയാത്തത്. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ഈ പ്രസവത്തിന്റെ സമയം നീണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടിയുടെ തലച്ചോറിലേക്ക് ബ്ലഡ് എത്താൻ ടൈം എടുക്കും. അതുമൂലം കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ വീടിനകത്ത് വെച്ച് പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. ഇച്ചിരി നീണ്ടുപോയാൽ അത് കുട്ടിയുടെ ബുദ്ധിയെ പോലും ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് ഈ ജനിച്ചു വീഴുന്ന കുട്ടികളും അതുപോലെ കുട്ടികളെ പ്രസവിക്കുന്ന അമ്മമാരും ഒക്കെ ജീവനോടെ നിലനിൽക്കുന്നത്. അത്തരം മരണനിരക്ക് ഇവർ ഒരുപാട് കൂട്ടമായ പരിശ്രമത്തിലൂടെ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട്, കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അമ്മമാരുടെയും കുട്ടികളുടെയൊക്കെ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടികളെ നമുക്ക് തരാൻ പറ്റുന്നുണ്ട്. അമ്മമാരുടെ ആരോഗ്യം നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത്തരം റിയാലിറ്റിയോടെ ജനങ്ങളാണ് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്ധമായിട്ടുള്ള മതവിശ്വാസം, അന്ധമായിട്ടുള്ള ആചാരങ്ങളോടുള്ള വിശ്വാസം, അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളിലുമുള്ള വിശ്വാസം തുടങ്ങി പല തെറ്റിദ്ധാരണകളുടെ പുറത്തുമാണ് വീടിനകത്ത് വെച്ച് പ്രസവിക്കുന്ന രീതി കൊണ്ടുവന്നിട്ടുള്ളത്. അതിങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും മരണനിരക്ക് കൂടാനും ചാൻസ് ഉള്ളൂ. ഏതായാലും അസ്മയെ പോലുള്ള മരണങ്ങൾ ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വീടിനകത്ത് വെച്ച് നടക്കുന്ന മരണങ്ങൾ, അത്തരം മരണങ്ങൾ എല്ലാവരും ചേർന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തൊരുമയോട് നിൽക്കുക തന്നെ വേണം. പ്രാകൃതമായിട്ടുള്ള ചികിത്സാ രീതികൾ സപ്പോർട്ട് ചെയ്യരുത്. പ്രാകൃതമായിട്ടുള്ള വീടിനകത്ത് വെച്ചുള്ള പ്രസവത്തെ സപ്പോർട്ട് ചെയ്യരുത്. മതവിശ്വാസമാണെങ്കിലും ഏത് തരത്തിലുള്ള വിശ്വാസമാണെങ്കിലും അത് അന്ധമാകരുത്, അശാസ്ത്രീയമാകരുത്. അത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ പറയാൻ.